Hi students, final B.A Economics 5th സെമസ്റ്ററിലെ ഇന്റർനാഷണൽ ഇക്കണോമിക്സിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്നിവിടെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ ടോപ്പിക് ഇന്റേണൽ ട്രേഡ്, ഇന്റർനാഷണൽ ട്രേഡ് എന്നിവയെ ആസ്പദമാക്കിയുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇന്റേണൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡിനെ ഡൊമസ്റ്റിക് ട്രേഡ്, ഇന്റർ റീജിയണൽ ട്രേഡ് എന്നൊക്കെ പറയും. ഡൊമസ്റ്റിക് ട്രേഡ്, ഇന്റേണൽ ട്രേഡ് എന്നിങ്ങനെ പേരുകളിൽ ഇന്റേണൽ ട്രേഡ് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇന്റേണൽ ട്രേഡ്? ഒരു രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന വ്യാപാരമാണ് ഇന്റേണൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡ് റിഫേഴ്സ് ടു ദി വിത്തിൻ ദി കൺട്രി, അതായത് വിത്തിൻ ദി ബോർഡർ ഓഫ് ദി കൺട്രി എന്ന് പറയാം. അതായത് ഒരു രാജ്യത്തിൻ്റെ ബോർഡറിനുള്ളിൽ നടക്കുന്ന വ്യാപാരമാണ് ഇന്റേണൽ ട്രേഡ്. എന്നാൽ അന്താരാഷ്ട്ര വ്യാപാരം, ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് വിവിധ രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധത്തെയാണ് അന്താരാഷ്ട്ര വ്യാപാരം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ് റിഫേഴ്സ് ടു ദി ട്രേഡ് വിത്ത് 2 or more countries, അതായത് രണ്ടോ അതിലധികം രാജ്യങ്ങളുമായി നടത്തുന്ന വ്യാപാരമാണ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഇന്ന് നമുക്കറിയാം ഗ്ലോബലൈസേഷനാണ്, ഗ്ലോബൽ ഇക്കോണമികളാണ്. അപ്പോൾ ഇന്ന് നമുക്കറിയാം വിവിധ രാജ്യങ്ങളുമായിട്ട് വ്യാപാരം നടത്തുന്നുണ്ട്. ഇനി ഇന്റേണൽ ട്രേഡ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡിനെ കുറിച്ച് ഫെഡറിക് ലിസ്റ്റിൻ്റെ ഒരു വീക്ഷണം പറയുന്നുണ്ട്. അതായത് ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമംഗ് അസ്, ബട്ട് ഇന്റർനാഷണൽ ട്രേഡ് ഈസ് ബിറ്റ്വീൻ അസ് ആൻഡ് ദം. എന്താണ് പറയുന്നത്? ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇടയിലുള്ള വ്യാപാരമാണ്. എന്നാൽ ഇന്റർനാഷണൽ ട്രേഡ്, അതായത് അന്താരാഷ്ട്ര വ്യാപാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അവർക്കും ഇടയിലുള്ള വ്യാപാരമാണ്. അപ്പോൾ ആ കോൺസെപ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്കിടയിലുള്ള വ്യാപാരവും, ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അവർക്കും ഇടയിലുള്ള വ്യാപാരം. അപ്പം അതിൻ്റെ ആ കോൺസെപ്റ്റിൻ്റെ ആ വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്റേണൽ ട്രേഡും ഇന്റർനാഷണൽ ട്രേഡും. ഇനി ഈ ഇന്റേണൽ ട്രേഡും ഇന്റർനാഷണൽ ട്രേഡും തമ്മിലുള്ള സിമിലാരിറ്റീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. സിമിലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ സാദൃശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്റേണൽ ട്രേഡിലും ഇന്റർനാഷണൽ ട്രേഡിലും ഒരേപോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിനി പഠിക്കുന്നത്. സിമിലാരിറ്റീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഇന്റേണൽ ട്രേഡ്. അപ്പോൾ ബോത്ത് ഇന്റേണൽ ട്രേഡ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് ഈസ് based upon the principle of division of labor and specialization. ഇന്റേണൽ ട്രേഡ് ആയാലും ഇന്റർനാഷണൽ ട്രേഡ് ആയാലും അവിടെ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായിരിക്കും, സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കും, തൊഴിൽ വിഭജനവും അതുപോലെ തന്നെ വൈദഗ്ധ്യവും. ബോത്ത് എയിമഡേറ്റ് അല്ലെങ്കിൽ ബോത്ത് എയിമോ എന്താണ് അവർ പറയുന്നത്? ഡിവിഷൻ ഓഫ് ലേബർ. ഇന്റർനാഷണൽ ട്രേഡ് ആയാലും ഇന്റേണൽ ട്രേഡ് ആയാലും അതവിടെ ബേസ് ചെയ്യുന്നുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ. അപ്പോൾ ഫസ്റ്റ് സിമിലാരിറ്റീസ് ആണ് പറയുന്നത്, ബോത്ത് ബേസ്ഡ് അപ്പോൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ. രണ്ടാമത് പറയുന്നതാണ് ഇതിൻ്റെ രണ്ടാമത്തെ സാദൃശ്യമാണ് പറയുന്നത്, ബോത്ത് എയിംഡ് അറ്റ് പ്രൊഡ്യൂസിങ് ഗുഡ്സ് അറ്റ് കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റ് ആൻഡ് പ്രൊവൈഡ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അറ്റ് ലോ പ്രൈസസ്. അതായത് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കണം? ലോ കോസ്റ്റിലായിരിക്കണം. ആ ലോ കോസ്റ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയായിരിക്കണം. അതുപോലെ തന്നെ അതിന് മാക്സിമം സാറ്റിസ്ഫാക്ഷനും ലഭിക്കണം. അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്താണ് പറയുന്നത്? ബോത്ത് എയിം അറ്റ് പ്രൊഡ്യൂസിങ് ഗുഡ്സ് കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റ് ആൻഡ് മാക്സിമം പ്രൊവൈഡ് എ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അറ്റ് ലോ പ്രൈസസ്. നെക്സ്റ്റ് സിമിലാരിറ്റീസ് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഇന്റേണൽ ട്രേഡ് ഈസ് ദ മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അതായത് ഏത് ട്രേഡായാലും ഇന്റേണൽ ആയാലും ഇന്റർനാഷണൽ ആയാലും അവിടെ മ്യൂച്വൽ എക്സ്ചേഞ്ച് എങ്ങനെയാണ്? വെറൈറ്റി ഓഫ് ഗുഡ്സ് ആണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സാധന സേവനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുക. ഒരേപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതാണ് മൂന്നാമത്തെ സിമിലാരിറ്റി. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ ആണ്. രണ്ടാമത് പറഞ്ഞത് എന്താണ്? അതായത് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസിങ് ഗുഡ്സ് കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റ് ആൻഡ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ലോ പ്രൈസ് ആയിരിക്കണം. മൂന്നാമത് പറയുന്നത് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. നാലാമത് പറയുന്നത് ബോത്ത് ആർ വോളണ്ടറി ട്രാൻസാക്ഷൻ ആണ്. വോളണ്ടറി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമേധയുള്ള ട്രാൻസാക്ഷനാണ് ഇന്റേണൽ ട്രേഡിലും ഇന്റർനാഷണൽ ട്രേഡിലും നടക്കുന്നത്. അതായത് ഇപ്പോൾ വോളണ്ടറി ട്രാൻസാക്ഷൻ ഇന്റേണൽ ട്രേഡായാലും ഇന്റർനാഷണൽ ട്രേഡായാലും അതിൻ്റെ ട്രാൻസാക്ഷൻ സ്വമേധയാണ്. അതുപോലെ തന്നെ ഏത് ട്രേഡായാലും അതിൻ്റെ പ്രധാന എയിം എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് ആണ്. അപ്പോൾ മാക്സിമം പ്രോഫിറ്റ് അറ്റ് സാറ്റിസ്ഫൈ, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ആവും വേണം.
അതുപോലെ തന്നെ അവരുടെ ടേസ്റ്റും പ്രിഫറൻസും കൺസ്യൂമേഴ്സിൻ്റെ അറിഞ്ഞിരിക്കും വേണം. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. ഇപ്പം ഇൻറ്റേർണൽ ട്രേഡ് ആയാലും ഇൻ്റർനാഷണൽ ട്രേഡ് ആയാലും അതിൻ്റെ എയിം എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് അറ്റ് സാറ്റിസ്ഫൈയിങ് ദി നീഡ്സ് ഓഫ് ടേസ്റ്റ് ഓഫ് പ്രിഫറൻസ് ആൻഡ് കൺസ്യൂമേഴ്സ്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റേർണൽ ട്രേഡിലായാലും ഇൻ്റർനാഷണൽ ട്രേഡായാലും മ്യൂച്വൽ കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. മ്യൂച്വൽ കോപ്പറേഷൻ ഇൻ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്പിയേഴ്സ്. രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ളൊരു സ്ഥിരത ഉണ്ടായിരിക്കണം. ഇതൊക്കെ രണ്ട് ട്രേഡിനും ആവശ്യമായിട്ടുള്ളതാണ്, ഇൻറ്റേർണൽ ട്രേഡിനും ഇൻ്റർനാഷണൽ ട്രേഡിനും. അപ്പോൾ നമ്മളിത് സിമിലാരിറ്റീസ് ആണ് പഠിച്ചത്. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ്. എന്താണ് ഇൻറ്റേർണൽ ട്രേഡും ഇൻ്റർനാഷണൽ ട്രേഡും തമ്മിലുള്ള ഡിഫറൻസ്? അതായത് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ്. എന്താണ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടകങ്ങളുടെ ചലനക്ഷമത. ഇൻറ്റേർണൽ ട്രേഡാണെങ്കിൽ വളരെ ഫ്രീ ആയിട്ടുള്ള ചലനക്ഷമതയായിരിക്കും. എന്നാൽ ഇൻ്റർനാഷണൽ ട്രേഡിലെ കൺസ്ട്രെയിൻ്റ് ആയിരിക്കുക. ട്രേഡ് എന്ന് പറയുന്നത് അവിടെ ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും, പരിധികളുണ്ടായിരിക്കും ട്രേഡിന്. ഇവിടെ ഫ്രീ മൊബിലിറ്റി എന്ന് പറയുക, അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി മൊബിലിറ്റി വിത്തിൻ ദി കൺട്രി, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രേഡാണ് ഇൻറ്റേർണൽ ട്രേഡിലായിരിക്കുക. എന്നാൽ ഇൻ്റർനാഷണൽ ട്രേഡിൽ എന്താണ്, അവിടെ കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും, ട്രേഡ് കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് ആണ് പറയുന്നത് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ്. സെക്കൻഡ് ഡിഫറൻസ് പറയുന്നത് മൊബിലിറ്റി ഓഫ് പ്രോഡക്ട്സ്. പ്രോഡക്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്താണ് പെർഫെക്റ്റ്ലി ആയിരിക്കുക ഇൻറ്റേർണൽ ട്രേഡിൽ. നമ്മുടെ വളരെ ഫ്രീ ആയിട്ടുള്ള പെർഫെക്റ്റ്ലി മൊബിലിറ്റി വിത്തിൻ ദി കൺട്രി, മൊബിലിറ്റി വിത്തിൻ ദി കൺട്രിയാണ് ഇൻറ്റേർണൽ ട്രേഡിൽ. എന്നാൽ ഇൻ്റർനാഷണൽ ട്രേഡിൽ എന്താണ് ട്രേഡ് ബാരിയേഴ്സ് ആണ് ഉണ്ടായിരിക്കുക, ട്രേഡിലുണ്ടാകുന്ന തടസ്സങ്ങളാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് മൊബിലിറ്റി ഓഫ് പ്രോഡക്ട്സ്. മൂന്നാമത്തെ പോയിന്റ് നേച്ചർ ഓഫ് മാർക്കറ്റ്. എന്താണ് നേച്ചർ ഓഫ് മാർക്കറ്റ്? വിപണിയുടെ സ്വഭാവം. ഇൻറ്റേർണൽ ട്രേഡിലാണെങ്കിൽ ഒരു ഹോമോജിനസ് മാർക്കറ്റ് ആയിരിക്കും, ഒരേപോലെ സമാന സ്വഭാവമുള്ള മാർക്കറ്റ് ആയിരിക്കും. എന്നാൽ ഇൻ്റർനാഷണൽ ട്രേഡിൽ ഹെട്രോജിനസ് മാർക്കറ്റ് ആയിരിക്കാം. ഹെട്രോജൻസ് എന്ന് പറഞ്ഞാൽ വൈവിധ്യമാർന്ന രീതിയിലുള്ള മാർക്കറ്റുകളായിരിക്കും. അപ്പോൾ ഇവിടെ ഇൻറ്റേർണൽ ട്രേഡിലെ ഹോമോജിനസ് മാർക്കറ്റും ഇൻ്റർനാഷണൽ ട്രേഡിലെ ഹെട്രോജിനസ് മാർക്കറ്റ് ആയിരിക്കും. നാലാമത് പറയുന്നത് റിസോഴ്സ് എൻഡോമെൻറ്റ്സ് ആണ്. അതായത് പ്രൊഡക്ഷനും സ്പെഷ്യലൈസേഷനും എക്സ്ചേഞ്ചും ഒക്കെ നടക്കണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, റിസോഴ്സ് ഉണ്ടായിരിക്കണം. എന്നാൽ അവിടെ റിസോഴ്സ് വളരെ നല്ല രീതിയിലുള്ള റിസോഴ്സിൻ്റെ എൻഡോമെൻറ്റ് ഉണ്ടായിരിക്കണം. എന്നാൽ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ അവിടെ ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് നാലാമത്തെ റിസോഴ്സ് എൻഡോമെൻറ്റ്. അഞ്ചാമത് പറയുന്നത് ജിയോഗ്രഫിക്കൽ ആൻഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. അത് നമുക്കറിയാം, ഇൻറ്റേർണൽ ട്രേഡിലാണെങ്കിൽ ആ കണ്ടീഷൻസ് വളരെ അനുകൂലമായിരിക്കും, ജിയോഗ്രഫിക്കൽ ആൻഡ് ക്ലൈമറ്റ്. എന്നാൽ അതുപോലെ തന്നെ ആയിരിക്കും ഒരേപോലുള്ള ഐഡൻറ്റിറ്റിക്കലായിരിക്കുക ഇൻറ്റേർണൽ ട്രേഡിൽ, ലോ പ്രൈസ് ആയിരിക്കുക. എന്നാൽ ഇൻ്റർനാഷണൽ ട്രേഡിൽ എന്താണ് ഡിഫറെൻറ്റ് പ്രൈസസ് ആയിരിക്കുക, ഡിഫറെൻറ്റ് കോസ്റ്റ് ആയിരിക്കുക. അപ്പോൾ അത് ജിയോഗ്രഫിക്കൽ ആൻഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻ. നെക്സ്റ്റ് പ്രൊഡക്ഷൻ കണ്ടീഷൻ, ഉൽപ്പാദന വ്യവസ്ഥകൾ. ഇൻറ്റേർണൽ ട്രേഡിൽ എന്താണ് ഒരേ രീതിയിലുള്ള ഉൽപ്പാദന രീതികളും അതിനനുസരിച്ചുള്ള ചെലവും കാര്യങ്ങളൊക്കെ വളരെ ചെറിയ തോതിലായിരിക്കും. എന്നാൽ ഇൻ്റർനാഷണൽ ട്രേഡിൽ വ്യത്യസ്ത രാജ്യങ്ങളാണ്, അവിടെ നിലനിൽക്കുന്ന ചില രീതികളുണ്ടായിരിക്കും. ആ രീതികളനുസരിച്ചാണ് അവിടെ പ്രവർത്തിക്കുക. ഇപ്പോൾ ഞാൻ 6 ഡിഫറൻസ് പറഞ്ഞു. ആദ്യം മൊബിലിറ്റി ഓഫ് ദ ഫാക്ടേഴ്സ്, മൊബിലിറ്റി ഓഫ് പ്രോഡക്ട്സ്, അതുപോലെ തന്നെ നേച്ചർ ഓഫ് മാർക്കറ്റ് മൂന്നാമത് പറയുന്നു, നാലാമത് പറയുന്നു റിസോഴ്സ് എൻഡോമെൻറ്റ്, അഞ്ചാമത് ജിയോഗ്രഫിക്കൽ ആൻഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻ, ആറാമത് പറഞ്ഞതാണ് പ്രൊഡക്ഷൻ കണ്ടീഷൻ. നെക്സ്റ്റ് ആണ് കറൻസിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം, നേച്ചർ ഓഫ് കറൻസി. നമുക്കറിയാം ഒരു രാജ്യത്തിനകത്താകുമ്പോൾ കറൻസി ഒരേപോലെ ആയിരിക്കും, അപ്പോൾ യാതൊരു പ്രോബ്ലം ഉണ്ടായിരിക്കില്ല. നോ കറൻസി പ്രോബ്ലം, അതുപോലെ തന്നെ മോണിറ്ററി പ്രോബ്ലം ഒന്നും ഉണ്ടായിരിക്കില്ല ഇൻറ്റേർണൽ ട്രേഡിൽ. എന്നാൽ ഇൻ്റർനാഷണൽ ട്രേഡിൽ എന്താണ് വിവിധ രാജ്യങ്ങളിലെ ഡിഫറെൻറ്റ് കറൻസീസ് ആയിരിക്കുക. അപ്പോൾ അവിടെ കറൻസി കൺവേർഷൻ ഉണ്ടായിരിക്കും, എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഇൻ്റർനാഷണൽ ട്രേഡിൽ ഉണ്ടായിരിക്കും. ഇൻറ്റേർണൽ ട്രേഡിൽ എന്താണ് നോ കറൻസി പ്രോബ്ലം, അവിടെ മോണിറ്ററി പോളിസിയിൽ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല ഇൻ്റർനാഷണൽ ട്രേഡിൽ. അപ്പം 7ാമത്തെ പോയിൻ്റാണ് എന്ത്, കറൻസിയിലുള്ള നേച്ചർ ഓഫ് കറൻസി.
എട്ടാമത് പറയുന്നതാണ് നമ്മുടെ ഇക്കണോമിക് കണ്ടീഷൻസ്, ഇക്കണോമിക് എൻവയോൺമെൻറ്റ്. അപ്പോൾ നമുക്കറിയാം ഇന്റേണൽ ട്രേഡിലാണെങ്കിൽ ആ സാമ്പത്തിക പരിസ്ഥിതിക്കും ഒരേപോലെ ആയിരിക്കുക, അതായത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല. എന്നാൽ ഇന്റർനാഷണൽ ട്രേഡിൽ എല്ലാ രാജ്യങ്ങളിലെയും സാമ്പത്തിക പരിസ്ഥിതി ഒരുപോലെ ആയിരിക്കില്ല. അവരുടെ സാമ്പത്തിക പരിസ്ഥിതിക്ക് അനുസരിച്ചാണ് അവർ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇക്കണോമിക് കണ്ടീഷൻ ഇന്റേണൽ ട്രേഡിലാണെങ്കിൽ ഒരു രാജ്യത്താണെങ്കിൽ ഒരേ നയങ്ങളായിരിക്കും, അപ്പോൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല. അതാണ് ഇക്കണോമിക് കണ്ടീഷനാണ് ഏഴാമത് പറയുന്നത്. എട്ടാമത് പറയുന്നതാണ് കറൻസി പ്രോബ്ലം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പറയുന്നതാണ് പേയ്മെൻറ്റ് പ്രോബ്ലംസ്. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് മൈക്രോ ലെവലിലാണ് എവിടെ ഉണ്ടായിരിക്കുക, ഇന്റേണൽ ട്രേഡിൽ. മൈക്രോ ലെവലിലെ ഇന്റേണൽ ട്രേഡിലും മാക്രോ ലെവലിലെ ഇന്റർനാഷണൽ ട്രേഡിലായിരിക്കും. അവിടെ ഇന്റർനാഷണൽ ട്രേഡ് എന്ന് തന്നെ പറഞ്ഞാൽ നമുക്കറിയാം ഒരു മാക്രോ കൺസെപ്റ്റാണ്. അപ്പോൾ ഇന്റേണൽ ട്രേഡിൽ അത് മൈക്രോ ലെവലായിരിക്കുകയാണ് ഈ പേയ്മെൻറ്റ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കുക. പിന്നെ നാഷണൽ പോളിസീസ്, നമുക്കറിയാം ഒരു രാജ്യത്തെ പോളിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരേപോലെ ആയിരിക്കും. ഒരു രാജ്യത്തുള്ള എല്ലാ വ്യാപാര സ്ഥാപനമുള്ള പോളിസി നമുക്കറിയാം, ട്രേഡ് പോളിസി, എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി, അങ്ങനെയുള്ള പോളിസീസ് ഒക്കെ വരുമ്പോൾ ട്രേഡ് പോളിസി, ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസിക്ക് ഒരു രാജ്യത്ത് ഒരുപോലെ ആയിരിക്കും. എന്നാൽ വ്യത്യസ്ത രാജ്യങ്ങളിലെ നമുക്കറിയാം വ്യത്യസ്തത പുലർത്തുന്ന രാജ്യങ്ങളാണ്, വ്യത്യസ്ത സമ്പത്ത് വ്യവസ്ഥകളാണ്, അതുകൊണ്ട് അവരുടെ നയങ്ങളിലും വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നാഷണൽ പോളിസീസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ കറൻസി പ്രോബ്ലം നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കണ്ടീഷൻസ് പറഞ്ഞു, അതേപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ പ്രോബ്ലംസ് പറഞ്ഞു, നാഷണൽ പോളിസീസ് പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ ഇന്റേണൽ ട്രേഡിൻ്റെയും ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെയും ഡിഫറൻസാണ്. അപ്പോൾ നമുക്കറിയാം ഓരോ രാജ്യങ്ങളും അവർക്ക് സുലഭമായി ലഭിക്കുന്ന വിഭവങ്ങൾ ഏതാണോ, ഏത് ഉൽപ്പന്നമാണോ വളരെ കുറഞ്ഞ ചെലവ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്, ആ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വൈദഗ്ധ്യം നേടുകയാണ് ചെയ്യുന്നത്. എല്ലാ രാജ്യങ്ങൾക്കും ഒരേപോലെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഏതാണോ, ഇപ്പോൾ ഇന്ത്യയിൽ കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നു, അതുപോലെ തന്നെ തുണി വ്യവസായം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു, അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കും. അതവിടെയാണ് കമ്പാരിറ്റീവ് കോസ്റ്റ്, അതായത് ആപേക്ഷികമായിട്ട് നമുക്ക് ചെലവ് കുറവായിരിക്കും വേണം, മാക്സിമം പ്രോഫിറ്റ് ലഭിക്കും വേണം. അതേ രീതിയിൽ വിഭവങ്ങൾ ഏതാണോ സുലഭമായിട്ടുള്ള ആ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുക. എന്നാൽ നമുക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും, ഒരു രാജ്യത്തിന് എല്ലാ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കില്ല. നമുക്കറിയാം ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രീസ് തമ്മിൽ എന്താണ് പരസ്പരാശ്രയത്വം ഉണ്ടായിരിക്കും. നമ്മൾ ഇന്റർനാഷണൽ എക്കണോമിക്സ് പഠിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് എല്ലാ ഇക്കോണമീസും തമ്മിൽ എന്തായിരിക്കുക, ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് ഒറ്റൊരു കൺസെപ്റ്റാണ് ഇന്റേണൽ ട്രേഡ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ്. അതെന്താണെന്ന്, ഇന്റേണലും ഇന്റർനാഷണൽ ട്രേഡ് എന്താണെന്ന് ആദ്യം പറഞ്ഞു, അതിൻ്റെ സിമിലാരിറ്റീസ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറൻസ് എന്താണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഇതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കൂട്ടാ. താങ്ക് യു.